ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഡിയർ ഫ്രണ്ട്സ്, ലോകം കാണാനിരിക്കുന്ന ഭീമാകരമായ ഫിത്നയാണ് ഫിത്നത്തു ദജ്ജാൽ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ഒരു നമസ്കാരത്തിൽ പോലും ദജ്ജാലിൻ്റെ ഫിത്നയിൽ നിന്നും കാവൽ തേടാതിരുന്നിട്ടില്ല. ഈ ഒരൊറ്റ കാര്യം തന്നെ ദജ്ജാലി ഫിത്ന എത്രത്തോളം മാരകമാണെന്ന് വ്യക്തമാക്കി തരുന്നുണ്ട്. ലോകം മുഴുവനും ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം തേടിയുള്ള അന്വേഷണത്തിലാണ്. ആരാണ് ദജ്ജാൽ? ദജ്ജാൽ ആരാണെന്നും ഇപ്പോൾ എവിടെയാണെന്നും എനിക്കറിയും. ഇബ്നു സയ്യാദ് എന്നറിയപ്പെടുന്ന സാഫിൻ്റെ വാക്കുകളാണിത്. ആരാണ് ഇബ്നു സയ്യാദ്? ദജ്ജാലിൻ്റെ വാസസ്ഥലത്തെ പറ്റിയുള്ള അറിവ് അയാൾക്കെങ്ങനെ കൃത്യമായി അറിയാൻ കഴിഞ്ഞു? അതോ അയാൾ തന്നെയാണോ സാക്ഷാൽ ദജ്ജാൽ? അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് സ്വഹാബാക്കളിലെ പ്രമുഖർ അയാൾ ദജ്ജാൽ തന്നെയാണെന്ന് സത്യം ചെയ്ത് പറഞ്ഞത്? ഇവകളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നാം ചർച്ച ചെയ്യാൻ പോകുന്നത്. വിഷയം മനസ്സിലാക്കുന്നതിന് വേണ്ടി വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. സോ ഏവരെയും ചാനലിലേക്ക് ഒരിക്കൽ കൂടി ഹൃദ്യമായി സ്വാഗതം ചെയ്തു കൊള്ളുന്നു. വൺസ് അഗൈൻ വെൽക്കം ടു റംലെ മദീന. ഫ്രണ്ട്സ്, പരിശുദ്ധമായ ഖുർആൻ ഷരീഫിൽ ദജ്ജാലിനെ സംബന്ധിച്ച ഡയറക്റ്റ് പരാമർശങ്ങളൊന്നും കാണാൻ കഴിയില്ല. കാരണം ദജ്ജാൽ ഹിംസെൽഫ് തന്നെ ഒരു വലിയ ഫിത്നയാണ്. സോ അതത്ര ഓപ്പണാക്കി പറയാതെ അതിലേക്കുള്ള വ്യക്തമായ സൂചനകൾ നൽകപ്പെട്ടിട്ടുണ്ട്. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ സിംഹാസനത്തിൻ്റെ മേൽ ഒരു ജസദ്, ഒരു ബോഡി ഇടപെട്ട സംഭവം ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹം പടച്ചവനിലേക്ക് ഖേദിച്ചു മടങ്ങുകയും ഇത്തരത്തിലുള്ള ഒരു അധികാരം എനിക്ക് ശേഷം ആർക്കും നൽകരുതെന്ന് ദുആ ചെയ്യുകയും ചെയ്തു. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അത് കാണാൻ ശ്രമിക്കുക. ചുരുക്കത്തിൽ പല വ്യാഖ്യാനങ്ങളും ദജ്ജാലിനെ സംബന്ധിച്ച് ലോകത്തു നിന്ന് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടം പരിശോധിക്കുമ്പോൾ മദീനയിലെ ഒരു ജൂത ദമ്പതികൾക്കൊരു കുഞ്ഞ് ജനിക്കുകയുണ്ടായി. അവൻ്റെ പേര് ഇബ്നു സയ്യാദ് എന്നായിരുന്നു. അവൻ ബാല്യത്തിലേക്ക് കടന്നു. അവനെ സംബന്ധിച്ച് പല നിഗൂഢ കാര്യങ്ങളും ജനങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. കാരണം അവൻ്റെ പ്രവർത്തികളിലൊക്കെ ഒരുതരം വിചിത്രത നിറഞ്ഞതായിരുന്നു. ഇവനെ സംബന്ധിച്ച് ഏത് ഗോത്രത്തിൽ നിന്നാണെന്നോ പാരമ്പര്യം ഏതാണെന്നോ ഒന്നും തന്നെ വ്യക്തതയില്ല. എന്നാൽ ഇബ്നു സയ്യാദും അയാളുടെ പിതാവും വാദിച്ചിരുന്നത് തങ്ങൾ മദീനയിലെ പ്രശസ്തമായ രണ്ട് ഗോത്രങ്ങളിലൊന്നായ ഖസ്റജ് ഖബീലയിലെ ബനു ഷുഹൈബ് ബിൻ നജ്ജാറിൽപ്പെട്ടവരാണ് എന്നാണ്. എന്നാൽ ബനു നജ്ജാർ ഗോത്രക്കാരാകട്ടെ ഈ അവകാശവാദത്തെ പൂർണ്ണമായും നിഷേധിക്കുകയും ചെയ്യുന്നു. ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു തൻ്റെ ത്വബഖാത്തുൽ കുബ്ര എന്ന ഗ്രന്ഥത്തിൽ ഇതിനെപ്പറ്റി വിശദീകരിക്കുന്നത് കാണാം. എന്തായിരുന്നാലും ഇബ്നു സയ്യാദ് വളർന്ന് യുവത്വത്തോടടുത്തപ്പോൾ മദീന നിവാസികൾക്കിടയിൽ അവനൊരു ജ്യോത്സ്യനാണെന്നും ജനങ്ങളുടെ രഹസ്യങ്ങളും ഭാവികളുമൊക്കെ പ്രവചിക്കുന്നവനുമാണെന്നൊക്കെ പ്രചരിക്കാൻ തുടങ്ങി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് അന്വേഷിക്കാൻ തീരുമാനിച്ചു. അബ്ദുല്ലാ ബിൻ ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു സംഭവത്തിൽ കാണാം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സംഘത്തോടൊപ്പം അവനെ ലക്ഷ്യമാക്കി അവൻ വസിക്കുന്ന ഭാഗത്തേക്ക് ചെന്നു. അവിടെ അവർ അവനെ കുട്ടികളോടൊപ്പം കളിയിൽ വ്യാപൃതനായി കണ്ടു. അവൻ യൗവനത്തോടടുത്തിരുന്നു. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവൻ്റെ അടുത്തേക്ക് എത്തിയത് അവൻ അറിഞ്ഞിരുന്നില്ല. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൈകൊണ്ടവനെ തട്ടിയിട്ട് ചോദിച്ചു, ഞാൻ അള്ളാഹുവിൻ്റെ റസൂലാണെന്ന് നീ സാക്ഷ്യപ്പെടുത്തുന്നുണ്ടോ? ദെൻ അവൻ തങ്ങളെ നോക്കി എന്നിട്ട് പറഞ്ഞു, അഷ്ഹദു അന്നക റസൂലുൽ ഉമ്മിയീൻ, താങ്കൾ നിരക്ഷരരുടെ റസൂലാണ്. ശേഷം അവൻ തങ്ങളോട് ചോദിച്ചു, ഞാൻ അള്ളാഹുവിൻ്റെ റസൂലാണെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? ദെൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആമൻതു ബില്ലാഹി വ ബിറുസുലിഹി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവനോട് ചോദിച്ചു, നീ എന്താണ് കാണുന്നത്? അതായത് ഉറക്കിലും ഉണർവിലും നീ എന്താണ് ദർശിക്കുന്നത്? ഇബ്നു സയ്യാദ് പറഞ്ഞു, എൻ്റെ പക്കൽ സത്യവും അസത്യവും വരുന്നുണ്ട്.
തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിന്റെ മേൽ കാര്യങ്ങൾ ഇടകലർത്തപ്പെട്ടിരിക്കുന്നു, അഥവാ വ്യക്തത ഇല്ലാതായിരിക്കുന്നു. ശേഷം തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവനോട് ചോദിച്ചു, ഞാൻ മനസ്സിൽ ഓർക്കുന്നത് എന്താണെന്ന് നിനക്ക് പറയാൻ കഴിയുമോ? ദെൻ കുറച്ചു നേരം ആലോചിച്ചിട്ട് അവൻ പറഞ്ഞു, അദ്ദുഖ് അദ്ദുഖ്. അപ്പോൾ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിനക്ക് തെറ്റുപറ്റി. അതായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർത്തത് അവനിക്ക് വ്യക്തമായി പറയാൻ കഴിഞ്ഞില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഞാൻ ആ സന്ദർഭത്തിൽ ഓർത്തത് സൂറത്തു ദുഖാൻ ആയിരുന്നു. എന്നാൽ അവന് ദുഖ് എന്ന് മാത്രമാണ് പറയാൻ സാധിച്ചത്, അഥവാ ആ കാര്യത്തിൽ അവനിക്കൊരു വ്യക്തത ഇല്ലായിരുന്നു. അത് പറയാൻ അവനെ സഹായിച്ചതാകട്ടെ പൈശാചിക ശക്തിയുമാണ്. സോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, നീ പരാജയപ്പെട്ടു. അതായത് അവൻ പിശാചിന്റെ സഹായത്തോടെ ചെയ്യുന്ന ഈ കാര്യം ഒരിക്കലും നുബുവത്ത് അഥവാ പ്രവാചകത്വത്തിലൂടെ ലഭിക്കുന്ന മുഅ്ജിസത്തിന് ഈക്വൽ തുല്യമാവുകയില്ലെന്ന് സാരം. അപ്പോഴേക്കും ഉമർ റളിയല്ലാഹു അൻഹു ഉറയിൽ നിന്നും വാളൂരിക്കൊണ്ട് പറഞ്ഞു, ഞാൻ ഇവന്റെ തലയെടുക്കട്ടെ നബിയെ. കാരണം ഇവൻ ജനങ്ങൾക്കിടയിൽ കള്ളപ്രവാചകത്വം വാദിച്ചുകൊണ്ട് വലിയ ഫിത്നയും കുഴപ്പങ്ങളും ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു അപ്രകാരം ചെയ്യാൻ അനുവാദം ചോദിച്ചത്. എന്നാൽ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമറിനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, ഉമറെ, ഇവൻ ദജ്ജാലാണെങ്കിൽ ഇവനെ കൊല്ലാനുള്ള അധികാരം ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് നിന്നെയല്ല. ഇനി അവൻ ദജ്ജാൽ അല്ലെങ്കിൽ അവനെ കൊല്ലുന്നതിൽ നിനക്കൊട്ട് ഖൈറുമില്ല. ഇമാം ബുഖാരിയും മുസ്ലിമും തങ്ങളുടെ സ്വഹീഹിൽ ഈ ഒരു സംഭവം ഉദ്ധരിക്കുന്നത് കാണാം. മറ്റൊരു റിവായത്തിൽ ഒരു സംഭവം ഉദ്ധരിക്കപ്പെടുന്നത്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവും കൂടി ഇബ്നു സയ്യാദ് പാർക്കുന്ന ഈന്തപ്പന മരങ്ങൾക്കിടയിലുള്ള അവന്റെ വാസസ്ഥലത്തേക്ക് പോയി. അവനാകട്ടെ എന്തോ പിറുപിറുത്തുകൊണ്ട് അവിടെ മൂടിക്കിടക്കുകയായിരുന്നു. സത്യത്തിൽ അവൻ എന്ത് കലിമത്തുകളാണ്, വാക്കുകളാണ് പിറുപിറുത്തുകൊണ്ടിരിക്കുന്നത് എന്നറിയാൻ അതിൻ്റെ നിജസ്ഥിതി അറിയലായിരുന്നു ലക്ഷ്യം. സോ അവർ വളരെ പതുങ്ങിയാണ് അങ്ങോട്ട് കടന്നു ചെന്നത്. പക്ഷെ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറച്ച് ദൂരെ വെച്ച് കണ്ട അവന്റെ ഉമ്മ അവനെ വിളിച്ചുണർത്തി. ഹേ സാഫ്, അതായിരുന്നു അവന്റെ യഥാർത്ഥ പേര്. ഇതാ മുഹമ്മദ് നിന്നെ കാണാൻ വന്നിരിക്കുന്നു. ഇതുകേട്ട ഇബ്നു സയ്യാദ് അവൻ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ നിർത്തുകയും എഴുന്നേൽക്കുകയും ചെയ്തു. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളി, അവർ അവനെ വിളിച്ചുണർത്തിയില്ലായിരുന്നുവെങ്കിൽ കാര്യം വളരെ വ്യക്തമായേനെ. മറ്റൊരു സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവനോട് ചോദിച്ചു, നീ എന്താണ് കാണുന്നത്? ദെൻ അവൻ പറഞ്ഞു, ഞാൻ ജലത്തിന്റെ മേൽ ഒരു സിംഹാസനം കാണുന്നു. അപ്പോൾ പ്രവാചകർ പറഞ്ഞു, നീ കാണുന്നത് സമുദ്രത്തിന്റെ മുകളിലുള്ള ഇബ്ലീസിന്റെ സിംഹാസനമാണ്. ഫ്രണ്ട്സ്, മദീനയിലുടനീളം ഇബ്നു സയ്യാദിനെ കുറിച്ചുള്ള വാർത്തകൾ പരക്കാൻ തുടങ്ങി. ഒപ്പം സഹാബാക്കൾക്ക് അവനെപ്പറ്റി ഒരുപാട് സംശയങ്ങൾ തോന്നാനും തുടങ്ങി. കാര്യങ്ങളിൽ പൂർണ്ണമായ ഒരു വ്യക്തതയില്ല. അവൻ്റെ വിഷയത്തിലാകട്ടെ വഹയും ഇറങ്ങിയിട്ടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവൻ്റെ ചുവടുകളെയും ചലനങ്ങളെയും വീക്ഷിക്കാനും അവനെക്കുറിച്ച് കൂടുതൽ അറിയാനും ശ്രമിച്ചുകൊണ്ടിരുന്നു. അബൂദർ റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നെ ഇബ്നു സയ്യാദിന്റെ മാതാവിന്റെ പക്കലേക്ക് അയച്ചു. എന്നിട്ട് അവനെ എത്ര നാൾ അവർ ഗർഭം ചുമന്നിരുന്നു എന്ന് അറിഞ്ഞു വരാൻ പറഞ്ഞു. അബൂദർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ അങ്ങനെ അവിടെ പോയി അവൻ്റെ ഉമ്മയോട് അതിനെപ്പറ്റി ചോദിച്ചു. ദെൻ അവൻ്റെ മാതാവ് പറഞ്ഞു 12 മാസം. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവൻ ജനിച്ചപ്പോഴുള്ള അവൻ്റെ ഒച്ചയെപ്പറ്റി അന്വേഷിച്ചു വരാൻ പറഞ്ഞു. അവർ പറഞ്ഞു, 1 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ കരച്ചിലായിരുന്നു. ഹദീസിന്റെ നിവേദകൻ പറയുന്നു, ഒരുപക്ഷെ അവന്റെ മാതാവ് പറഞ്ഞത് കളവാകാം. എന്തായിരുന്നാലും അബൂദർ റളിയല്ലാഹു അൻഹു അവന്റെ ചലനങ്ങളെ സകൂതം വീക്ഷിക്കാൻ തുടങ്ങി. അദ്ദേഹം അവനിൽ സാധാരണ ജനങ്ങളുടെ പ്രകൃതത്തിനും പ്രവർത്തനത്തിനും വൈരുദ്ധ്യമായ പല ചെയ്തികളും കണ്ടു. അബൂദർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിക്കുന്നവരോട് പറയാറുണ്ടായിരുന്നു, തീർച്ചയായും ഇബ്നു സയ്യാദ് തന്നെയാണ് ദജ്ജാൽ എന്ന് ഞാൻ 10 തവണ സത്യം ചെയ്ത് പറയൽ എന്നെ സംബന്ധിച്ചിടത്തോളം അവൻ ദജ്ജാൽ അല്ല എന്ന് 1 തവണ സത്യം ചെയ്ത് പറയുന്നതിനേക്കാൾ പ്രിയങ്കരമാണ്. കാരണം ഉമർ റളിയല്ലാഹു അൻഹു അതുപോലെ തന്നെ അബ്ദുള്ള ബിൻ ജാബിർ റളിയല്ലാഹു അൻഹു ജനങ്ങൾക്ക് മുന്നിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലും അവൻ ദജ്ജാൽ തന്നെയെന്ന് അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്ത് പറയുകയും തങ്ങൾ അതിനെ നിഷേധിക്കാതിരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ സ്വഹീഹിൽ ഇത് ഉദ്ധരിക്കുന്നത് കാണാം.
ഫ്രണ്ട്സ്, എന്നാൽ ഇബ്നു സയ്യാദിനെ പറ്റി ഇതൊക്കെ മദീനയിൽ പ്രചരിക്കുന്നതിനിടയിൽ അയാൾ ഇസ്ലാമിലേക്ക് കടന്നു വരികയും വിവാഹം കഴിക്കുകയും അയാൾക്ക് കുട്ടികൾ ജനിക്കുകയും ചെയ്തു. എന്നാൽ അപ്പോഴും പല സ്വഹാബാക്കളുടെ മനസ്സിലും അവനെക്കുറിച്ചുള്ള സംശയങ്ങൾ നീങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അവരിൽപ്പെട്ടയാളാണ് മഹാനായ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു. ഇതുമായി ബന്ധപ്പെട്ട് ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ സ്വഹീഹിൽ ഒരു സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരിക്കൽ ഞങ്ങൾ ഹജ്ജിന് വേണ്ടി പുറപ്പെട്ടു. നമ്മളോടൊപ്പം ഇബ്നു സയ്യാദും ഉണ്ടായിരുന്നു. അങ്ങനെ യാത്രക്കിടയിൽ ഞങ്ങൾ മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള ഒരു സ്ഥലത്തിറങ്ങി. ബാക്കിയുള്ളവരാകട്ടെ പല പല ഇടങ്ങളിലേക്ക് വിട്ടുപിരിഞ്ഞ് വിശ്രമിക്കാൻ തുടങ്ങി. ഒടുവിൽ അവിടെ ഞാനും ഇബ്നു സയ്യാദും മാത്രം ശേഷിച്ചു. അബൂ സഈദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അവനെക്കുറിച്ച് കേട്ട കാര്യങ്ങളൊക്കെ ഓർത്ത് എൻ്റെ മനസ്സിൽ വലിയ ഭയം തോന്നി. ഇബ്നു സയ്യാദ് ആകട്ടെ അവൻ്റെ ചരക്ക് സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന് എൻ്റെ ലഗേജിനോടൊപ്പം വെച്ചു. ഞാൻ പറഞ്ഞു, ചൂട് വളരെ കൂടുതലാണ്. താങ്കൾ ഈ സാധനങ്ങളൊക്കെ ആ കാണുന്ന മരച്ചുവട്ടിൽ വെച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു. അതുകേട്ട ഇബ്നു സയ്യാദ് അങ്ങനെ ചെയ്തു. ദെൻ അയാൾ പോയി ഒരു വലിയ പാത്രത്തിൽ ഒട്ടകത്തെ കറന്ന് പാൽ കൊണ്ട് വന്നിട്ട് അബൂ സഈദ് റളിയല്ലാഹു അൻഹു കുടിക്കാൻ കൊടുത്തിട്ട് കുടിക്കാൻ പറഞ്ഞു. ഖാല, അബൂ സഈദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ പറഞ്ഞു, ഈ ശക്തമായ ചൂട് സമയത്ത് ചൂട് പാൽ എങ്ങനെ ശരിയാകും? സത്യത്തിൽ അയാളുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നതിനെയും അത് വാങ്ങി കുടിക്കുന്നതിനെയും ഞാൻ വെറുത്തിട്ടാണ് അങ്ങനെ പറഞ്ഞത്. ദെൻ ഇബ്നു സയ്യാദ് പറഞ്ഞു, യാ അബാ സഈദ്, ജനങ്ങൾ എന്നെക്കുറിച്ച് ചിന്തിക്കുന്നതും പറഞ്ഞു പരത്തുന്നതും കേട്ടിട്ട് ഒരു കയറെടുത്ത് മരത്തിൽ കെട്ടിത്തൂങ്ങി ആത്മഹത്യ ചെയ്യാൻ എനിക്ക് തോന്നുന്നു. യാ അബാ സഈദ്, നിങ്ങൾക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിനെ പറ്റി നല്ല അറിവുള്ള ആളല്ലേ? ദജ്ജാൽ കാഫിറാണെന്ന് തങ്ങൾ പറയുന്നത് നിങ്ങൾ കേട്ടതല്ലേ? ഞാനാകട്ടെ മുസ്ലിമാണ്. ദജ്ജാൽ മക്കയിലും മദീനയിലും കടക്കില്ലെന്ന് നബി തങ്ങൾ പറയുകയും നിങ്ങൾ കേട്ടതല്ലേ? ഞാനാകട്ടെ മദീനയിൽ നിന്നും മക്കയെ ലക്ഷ്യമാക്കി പുറപ്പെട്ട ആളാണല്ലോ. അബൂ സഈദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അയാളുടെ ഈ വർത്തമാനം കേട്ടിട്ട് എനിക്ക് തന്നെ എൻ്റെ മനസ്സിൽ അയാളോട് ദയയും അയാളുടെ ഈ അവസ്ഥയിൽ അനുകമ്പയും തോന്നി. എന്നാൽ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് അവസാനം അവൻ പറഞ്ഞു, പക്ഷെ എനിക്ക് ദജ്ജാലിനെ അറിയാം. ദജ്ജാൽ ആരാണെന്ന് എനിക്കറിയാം. അവൻ ജനിച്ച സ്ഥലവും അയാൾ ഇപ്പോൾ വസിക്കുന്നത് എവിടെയാണെന്നും എനിക്കറിയാം. ഞാൻ പറഞ്ഞു, നിന്റെ മേൽ നാശം പിടിക്കട്ടെ. ഫ്രണ്ട്സ്, ഇവിടെ ഇബ്നു സയ്യാദ് ദജ്ജാലിൽ പറയപ്പെട്ട വിശേഷണങ്ങളൊന്നും തന്നിലില്ല എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ഈമാനിനെയും ഇസ്ലാമിനെയും സമർത്ഥിക്കാൻ നോക്കുകയാണ്. എന്നാൽ പറഞ്ഞൊടുവിൽ ദജ്ജാൽ ആരാണെന്ന് എനിക്കറിയാമെന്നും എവിടെ ജനിച്ചുവെന്നും ഇപ്പോൾ എവിടെയുണ്ട് എന്നതിനെ പറ്റിയും അറിയാമെന്നും ഒക്കെ അവൻ്റെ വായിൽ നിന്നും തന്നെ വന്നു. എന്നാൽ ഈ കാര്യങ്ങൾ അറിയണമെങ്കിൽ രണ്ടു പേർക്കാണ് കഴിയുന്നത്. ഒന്നുകിൽ അവൻ തന്നെയാണ് സാക്ഷാൽ ദജ്ജാൽ, അല്ലെങ്കിൽ ഷെയ്ത്താനോ ജിന്നോ മറഞ്ഞ കാര്യങ്ങൾ അവന് പറഞ്ഞു കൊടുക്കുന്നു. അതുകൊണ്ടാണ് അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു അവനിൽ നിന്നും ഭയന്ന് അകലം പാലിച്ചു നിന്നത്. ഫ്രണ്ട്സ്, താരീഖ് പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയും, ഇബ്നു സയ്യാദിനൊരു മകനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ഉമാറത്ത് ബിൻ അബ്ദുള്ള ബിൻ സയ്യാദ് എന്നായിരുന്നു. അദ്ദേഹമാകട്ടെ താബിഈങ്ങളിൽ പ്രമുഖനും വലിയ പണ്ഡിതനുമായിരുന്നു. ഇബ്നു സഅദ് അൽ ബസ്രി തന്റെ ത്വബഖാത്തിൽ വിവരിക്കുന്നത് കാണാം, ഉമാറത്ത് എന്നവർ വലിയ പണ്ഡിതനും കുറച്ച് ഹദീസുകളുടെ സിഖത്തായ റാവിയിൽപ്പെട്ടയാളുമാണ്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തെ വളരെ ആദരവോടെയാണ് കണ്ടിരുന്നത്. ഇക്മാൽ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവായ അബ്ദുൽ ഗനിയിൽ മുഖദ്ദിസിയെ തൊട്ടും ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, തീർച്ചയായും ഉമാറത്ത് എന്നിവർ ഹദീസിന്റെ റിവായത്ത് വിഷയങ്ങളിൽ അവലംബിക്കാൻ പറ്റുന്ന പണ്ഡിതനും സ്വീകാര്യനാണെന്ന വിഷയത്തിൽ ആർക്കും തർക്കമില്ലാത്ത ആളുമാണ്. എന്തായിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിലും അതിനുശേഷവും ഇബ്നു സയ്യാദ് ദജ്ജാലാണോ അല്ലയോ എന്ന വിഷയത്തിൽ സംശയത്തിലും അഭിപ്രായ ഭിന്നതയിലും ആയിരുന്നത് പോലെ തന്നെ ഈ ഒരു ഇഖ്തിലാഫ് ശേഷമുള്ള പണ്ഡിതന്മാർക്കിടയിലേക്കും താബിഈങ്ങളിലേക്കും നീങ്ങിയിരുന്നു. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ഷറഹ് മുസ്ലിമിൽ പറയുന്നു,
ഇബ്നു സയ്യാദിന്റെ വിഷയം വളരെ സംശയം നിറഞ്ഞതും മുഷ്തബഹും, അതായത് പ്രസിദ്ധനായ ദജ്ജാൽ ഇയാൾ തന്നെയാണോ അല്ലയോ എന്ന കാര്യം വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള നിഗൂഢത നിറഞ്ഞ വിഷയമാണ്. എന്നാൽ ഇയാൾ ദജ്ജാലുകളിൽപ്പെട്ട ഒരു ദജ്ജാലാണെന്ന വിഷയത്തിൽ സംശയമില്ല. ഉലമാക്കൾ പറയുന്നു, ഹദീസിന്റെ ലാഹിറിൽ നിന്നും മനസ്സിലാകുന്നത് അയാൾ അഥവാ ഇബ്നു സയ്യാദ് ദജ്ജാലാണോ അല്ലയോ എന്ന വിഷയത്തിൽ വഹയൊന്നും ലഭ്യമായിട്ടില്ല. മറിച്ച് തങ്ങൾക്ക് ബോധനം നൽകപ്പെട്ടത് ദജ്ജാലിന്റെ വിശേഷണങ്ങളെ സംബന്ധിച്ചാണ്. എന്നാൽ ഇബ്നു സയ്യാദിലാകട്ടെ അത്തരത്തിലുള്ള അനവധി വിശേഷണങ്ങളുള്ളതായിട്ടാണ് കാണുന്നതും. അതുകൊണ്ടാവാം തങ്ങൾ അയാളെ ദജ്ജാലാണോ അല്ലയോ എന്ന് ഉറപ്പിച്ചു പറയാതിരുന്നത്. ഫ്രണ്ട്സ്, ചുരുക്കത്തിൽ ഇബ്നു സയ്യാദിന്റെ വിഷയം ഒരു മിസ്റ്റീരിയസ് കണ്ടന്റ് ആയിട്ടാണ് മനസ്സിലാകുന്നത്. ചിലപ്പോഴൊക്കെ അയാളുടെ വിശേഷണങ്ങളും വിചിത്രമായ പെരുമാറ്റങ്ങളും കൊണ്ട് ജനങ്ങൾക്ക് അയാൾ ദജ്ജാൽ തന്നെയാണെന്ന് തോന്നും. എന്നാൽ മറ്റു ചിലപ്പോഴാകട്ടെ അയാൾ വിശ്വാസിയാണെന്നും മറ്റു ചില സന്ദർഭങ്ങളിൽ ജിന്നുബാധയോ അല്ലെങ്കിൽ ഷെയ്ത്താന്റെ പൈശാചിക സ്വാധീനമോ ഉള്ളവനെ പോലെ തോന്നും. ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാം, حدثنا عبيد الله بن معاذ العنبري حدثنا أبي حدثنا شعبة عن سعد بن إبراهيم عن محمد بن منكدر قال رأيت جابر بن عبد الله رضي الله عنه يحلف بالله أن ابن صائد الدجال فقلت أتحلف بالله قال إني سمعت عمر يحلف على ذلك عند النبي صلى الله عليه وسلم فلم أنكره النبي صلى الله عليه وسلم. മുഹമ്മദ് ബിൻ മുൻകദിർ എന്നിവർ പറയുകയാണ്, ജാബിർ ബിൻ അബ്ദുല്ല റളിയല്ലാഹു അൻഹു ഇബ്നു സയ്യാദ് തന്നെയാണ് ദജ്ജാൽ എന്ന് സത്യം ചെയ്ത് പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, അത്തഹലിഫു ബില്ല, താങ്കൾ അള്ളാഹുവിനെ കൊണ്ട് ഈ വിഷയം സത്യം ചെയ്ത് പറയുകയാണോ? ഖാല, അബ്ദുല്ലാ ബിൻ ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഉമർ റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ റസൂലിന്റെ പക്കൽ ഇതിനെ സംബന്ധിച്ച് സത്യം ചെയ്ത് പറയുന്നതും പ്രവാചകൻ അതിനെ നിഷേധിക്കാതിരുന്നതും കണ്ടിട്ടുണ്ട്. ഫ്രണ്ട്സ്, ദജ്ജാലുമായി ബന്ധപ്പെട്ട് നിരവധി സംഭവങ്ങളെ അടിസ്ഥാനപ്പെടുത്തി പല വ്യത്യസ്ത ഇന്റർപ്രിട്ടേഷൻസ് അഭിപ്രായങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ് സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സിംഹാസനത്തിലെ ജസദുമായി ബന്ധപ്പെട്ട് അത് ദജ്ജാലായിരുന്നു എന്ന അഭിപ്രായം. അതുപോലെ തന്നെ തമീമുദ്ദാരി അൽ അൻസാരി റളിയല്ലാഹു അൻഹു ഒരു ദ്വീപിൽ ദജ്ജാലിനെ കണ്ട സംഭവം. ഇവിടെ ഇതാ ഇബ്നു സയ്യാദിൽ ദജ്ജാലിന്റെ പല അടയാളങ്ങളും വ്യക്തവുമാണ്. വാട്ട് ഡസ് ഇറ്റ് മീൻ? Is Dajjal a multi-dimensional being? Allahu a'lamu bis-sawab. Allahumma salli wa sallim ala nabiyyina Muhammad. Allahumma salli wa sallim ala nabiyyina Muhammad. ഈ വീഡിയോയിൽ ഇത്രമാത്രം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അടുത്ത വീഡിയോയിൽ പുതിയൊരു വിഷയവുമായി കണ്ടുമുട്ടാം. ദുആയിൽ ഓർക്കുമെന്ന പ്രതീക്ഷയോടുകൂടി ദിസ് ഈസ് യുവർ ചാനൽ റംലെ മദീന സൈനിങ് ഓഫ്. അസ്സലാമു അലൈക്കും.